ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നൊന്ന് ഫേഷ്യൽ ചെയ്താലോന്ന് കരുതി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പരീക്ഷണം കൂടിയാണ്, എന്താകുമെന്ന് നോക്കാം. എൻ്റെ ഫേസൊക്കെ ആകെ ഡള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റിജുവിനേറ്റിംഗ് ഫേഷ്യൽ കിറ്റാണ് വാങ്ങിയത്. ഗ്ലാം വേദ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഗോൾഡ് ഫേഷ്യൽ കിറ്റ്. ഇത് നൈക്കയെന്നാണ് ഞാൻ വാങ്ങിയത്. ഏകദേശം ഒരു അറൗണ്ട് 150 റുപ്പീസ് ആയിരുന്നു ആയത്. അപ്പം ഞാൻ ഈ മുടിയൊക്കെ ഒന്ന് കെട്ടി ഒതുക്കി വെച്ചു, അല്ലെങ്കിൽ മുടിയിലെല്ലാം ആവും, ആകെ പണി കിട്ടും. അപ്പം എല്ലാം കെട്ടി ഒതുക്കി വെച്ചു. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസറാണ്. ഈ നമ്മുടെ ഈ കവറിൽ തന്നെ എല്ലാ സ്റ്റെപ്പും എഴുതിയിട്ടുണ്ട്. ഇതൊരു 6 സ്റ്റെപ്പുകളാണ് ഇതിൽ വരുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റ്സിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇത് 1 ടൈം യൂസിനുള്ളതാണ്, പക്ഷെ സ്റ്റിൽ ഇതിൻ്റെ അത്യാവശ്യ സാധനമുണ്ട്. ഇതിന് ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് വരുന്നത് ഈ ഒരു ക്ലെൻസറിന്. ഞാൻ എന്നിട്ടിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസ് ആദ്യം ഒന്ന് നനച്ചായിരുന്നു, എങ്കിലും ഇത് മര്യാദയ്ക്ക് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് സർക്കുലർ മോഷനിൽ ഫേസിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. ഇത് തേക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. ഇത് കഴുത്തിലും എല്ലാം നമ്മൾ ഫേസിൽ മാത്രമല്ല ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്താലേ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഫേസിൻ്റെ എല്ലാ പാർട്ടിലും, ഈവൻ ആ നോസിൻ്റെ സൈഡിലും അവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകുമല്ലോ. പക്ഷെ കണ്ണിൻ്റെ ഉള്ളിലൊന്നും ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്കറിയില്ലല്ലോ, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് മേ ബി ഇത് നീറുമോന്നൊന്നും. എന്ത് സാധനമാണെങ്കിലും നമ്മൾ കണ്ണിൻ്റെ അടുത്തോട്ട് അധികം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാൻ കുറച്ചും കൂടി എടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യാണ്. നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിയുമ്പം നല്ലപോലെ അങ്ങ് ബ്ലെൻഡ് ആയിക്കോളും. അപ്പം ഞാനത് കഴുകി ഒരു ഏകദേശം ഒരു 1-2 മിനിറ്റ് നല്ല വൃത്തിക്ക് മസാജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കഴുകി കഴിയുമ്പോഴത്തേനും നല്ലൊരു ഐസൊക്കെ വെച്ച പോലത്തെ തണുപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ളൂ, സ്റ്റിൽ ഐ ക്യാൻ ഫീൽ ദാറ്റ് ഡിഫറൻസ്. എന്നിട്ട് ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് തുടയ്ക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും വെറ്റ് വൈപ്സ് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ തുടച്ച് കളഞ്ഞാൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടൊരു ടിഷ്യൂ വെച്ച് തുടയ്ക്കുകയാണ്. പക്ഷേ ഇത് കൺസിസ്റ്റൻസി ഭയങ്കര തിക്കായതുകൊണ്ട് അവിടെ അവിടെയൊക്കെ പറ്റിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം എഫേർട്ട് എടുത്തിട്ടാണ് ഇത് തുടച്ച് കളയുന്നത്. എല്ലാ ഭാഗത്തും നല്ലതായിട്ട് തുടച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ വേറൊരു ടിഷ്യൂ കൂടെ എടുക്കുന്നുണ്ട് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി. അപ്പം അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് ഏകദേശം കഴിഞ്ഞു. ഇത് കുറച്ചധികം സമയം എടുക്കുന്ന പ്രോസസ്സാണ്, നിങ്ങൾക്ക് ക്ഷമ വേണം, അത് ഞാൻ ആദ്യമേ പറയാം. അപ്പം നെക്സ്റ്റ് നമുക്കൊരു സ്ക്രബ് അപ്ലൈ ചെയ്യാം. ഞാൻ അങ്ങനെ വലിയായിട്ട് സ്ക്രബ് പണ്ടൊക്കെ ചെയ്യായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒക്കെ ഞാൻ എന്തെങ്കിലും സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് അങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കൂടെ കിട്ടിയപ്പോഴാണ് കുറേ നാളിന് ശേഷം ഇങ്ങനെ സ്ക്രബ് യൂസ് ചെയ്യുന്നത്. ഇതങ്ങനെ എനിക്കും എപ്പോഴും അങ്ങനെ ഒരു ഇങ്ങനെ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫീലിംഗ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ സ്ക്രബ് യൂസ് ചെയ്തു. എന്നിട്ട് കുറച്ച് നേരം നമ്മളതൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഗോൾഡ് ക്രീമാണ്. ഇത് മസാജ് ക്രീമാണ്. ഇത് തേച്ചിട്ട് നമ്മളുടെ ഫേസ് മൊത്തം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ജെൻറ്റിലായിട്ട്. ഒരു 8 മുതൽ 10 മിനിറ്റ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതായിരുന്നു എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റെപ്പ്, കാരണം ഭയങ്കര റിലാക്സിങ് ആണേ. അടുത്തത് നമുക്കൊരു ഗോൾഡ് ജെല്ല് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതും നമ്മൾ ഫേസിലൊരു 4-5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു മഞ്ഞ കളറിലൊരു എന്താ പറയുക, നമ്മുടെ സിറമിൻ്റെ ആ ഒരു വാട്ടറി കൺസിസ്റ്റൻസി അല്ല, കുറച്ച് തിക്കായിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ ഇത് കഴുകുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെറ്റ് വൈപ്സ് വല്ലതും വെച്ച് തുടച്ച് കളയുക എന്നുള്ള രീതിയിലാണ്. അടുത്തത് 5ാമത്തെ സ്റ്റെപ്പാണ് ഗോൾഡ് പാക്ക്, ഫേസ് പാക്ക്. ഞാൻ പണ്ടേ ഒരു ഫേസ് പാക്കിൻ്റെ ആളാണ്. ഞാൻ ഒന്നെങ്കിൽ എന്തെങ്കിലും ഹിമാലയയുടെ ഒക്കെ ഫേസ് പാക്കോ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മുൾട്ടാണി മിട്ടി, അല്ലെങ്കിൽ മറ്റേ കസ്തൂരി മഞ്ഞളൊക്കെ ഇല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുക പതിവാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്റ്റെപ്പാണ്. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്ത് കിടക്കാമല്ലോ. അങ്ങനെ അത് കണ്ടു. ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ തന്നെ എന്നെ കണ്ടിട്ട് പേടിച്ചു പോയി ചെറുതായിട്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞത് കഴുകിക്കളയാം. ഇതും കുറച്ച് പാടായിരുന്നു കഴുകിയൊക്കെ വൃത്തിയാക്കി എടുക്കാൻ, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് നൈസ്. അപ്പം അടുത്ത 6ാമത്തെ സ്റ്റെപ്പാണ് ഗോൾഡ് സീറം. ഇതും നമ്മൾ
നന്നായിട്ട് സർക്കുലർ മോഷനിൽ മുഖത്തെല്ലാം തേച്ച് കൊടുക്കണം. അത് പാറ്റ് ചെയ്ത് കൊടുക്കണം. ലൈക്ക് നമ്മൾ സിറമൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് പാറ്റൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിത് ചെയ്ത ഒരു ഈവനിങ് ടൈമിലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും രണ്ടും അപ്ലൈ ചെയ്യണമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലായിടത്തും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഫേസ് മൊത്തം ആ ഒരു ഇതിൻ്റെ ഒരു എഫക്റ്റ് എത്തണം. അപ്പം കണ്ടില്ലേ, ഇതാണ് ഫൈനൽ ലുക്ക്. ഭയങ്കര ഒരു ബേബി സ്കിൻ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട്. അപ്പം ഞാൻ എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡെർമാക്കോയുടെ ഒരു ജെൽ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അത് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. രാവിലെ ആണെങ്കിൽ സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യണം. പിന്നെ ഇത് തേച്ചിട്ട് കുറച്ച് ദിവസം ഒക്കെ സൺസ്ക്രീൻ നമ്മൾ ചെയ്യുന്നത് വിട്ടുപോകരുത്. കാരണം എനിക്ക് തോന്നുന്നു ഇങ്ങനെ മേ ബി ഇതിനൊരു വൈറ്റനിങ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ളപ്പം അങ്ങനത്തെ പ്രോഡക്റ്റ്സ് നമ്മൾ ഫേസിൽ തേക്കുമ്പോൾ ഒരിക്കലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ സന്ധ്യാസമയത്ത് ചെയ്തതുകൊണ്ടാണ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തത്. അപ്പം നിങ്ങളൊക്കെ യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യണം, എങ്കിലേ ഇതിൻ്റെ ഫുൾ ഇഫക്റ്റ് കിട്ടുള്ളൂ. ആ കവറിൽ തന്നെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കും ആദ്യം ഇങ്ങനെ ഒരു പാർലറിലൊക്കെ പോയി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച് വീട്ടിലിരുന്ന് തന്നെ ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് അറിയാമല്ലോ. ഞാൻ എൻ്റെ ഫേസിലൊന്നും അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പം ഇത് എനിക്കൊരു സക്സസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്ത്. നമ്മുടെ സ്കിൻ അങ്ങനെ ഭയങ്കര വൈറ്റനിങ് എന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് സ്റ്റിൽ ഒരു റിജുവിനേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടി. ഐ ആം ഹാപ്പി വിത്ത് ദ പ്രോഡക്റ്റ്. പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണെങ്കിലും ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ബൈ ബൈ.